ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയമാണ് ഗുരുവായൂർ ക്ഷേത്രം. എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹം എങ്ങനെ ദ്വാരകയിൽ നിന്ന് കേരളത്തിലെ ഈ പുണ്യഭൂമിയിലെത്തി? ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവ രഹസ്യമാണ് നാം ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ഒരു സാധാരണ ശിലയല്ല. ഇത് പാതാളാഞ്ജന ശിലയിൽ നിർമ്മിച്ചതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ വിഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു തപസ്സിരുന്ന വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്നതായിരുന്നു. മഹാവിഷ്ണു ഈ വിഗ്രഹം പിന്നീട് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് കൈമാറി. ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന പ്രജാപതിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ വൃഷ്ണിക്കും നൽകി. അവർ ഈ വിഗ്രഹത്തെ നിത്യവും പൂജിച്ചു. അവർ വിഷ്ണുവിനെ പോലെ ഒരു മകനെ വേണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹ പൂർത്തീകരണത്തിനായി മഹാവിഷ്ണു 3 ജന്മങ്ങളിൽ അവർക്ക് മകനായി പിറന്നു. ഈ 3 ജന്മങ്ങളിലും അവർ വിഗ്രഹത്തെ പൂജിച്ചു പോന്നു. ആദ്യത്തെ ജന്മത്തിൽ സുതപസിന്റെയും വൃഷ്ണിയുടെയും മകനായി വൃഷ്ണിഗർഭനായും, രണ്ടാമത്തെ ജന്മത്തിൽ കശ്യപന്റെയും അതിഥിയുടെയും മകൻ വാമനനായും, മൂന്നാമത്തെ ജന്മത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും മകൻ ശ്രീകൃഷ്ണനായും പിറന്നു. അങ്ങനെ 3-ാം ജന്മത്തിൽ മാതാപിതാക്കളായ വസുദേവരിൽ നിന്നും ദേവകിയിൽ നിന്നും ഈ വിഗ്രഹം ശ്രീകൃഷ്ണൻ സ്വീകരിച്ചു. ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഗ്രഹത്തെ എന്നും പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്ന സമയം അടുത്തപ്പോൾ അദ്ദേഹം തൻ്റെ ഉറ്റ ശിഷ്യനും മന്ത്രിയുമായ ഉദ്ധവരോട് പറഞ്ഞു, എൻ്റെ കാലശേഷം ദ്വാരക കടലിൽ മുങ്ങും. എന്നാൽ ഈ ദിവ്യമായ വിഗ്രഹം മാത്രം തിരമാലകളിൽ ഒഴുകി നടക്കും. അത് സംരക്ഷിച്ച് ഏറ്റവും ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാനുള്ള ചുമതല നിനക്കാണ്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഉദ്ധവർ വിഗ്രഹത്തിനായിട്ട് കാത്തിരുന്നു. കൃഷ്ണൻ പോയ ഉടനെ ദ്വാരക കടലെടുത്തു. ഉദ്ധവർ ദുഃഖിതനായി നോക്കി നിൽക്കെ കൃഷ്ണൻ പൂജിച്ചിരുന്ന ആ 4 കൈകളോട് കൂടിയ വിഗ്രഹം കടലിലൂടെ ഒഴുകി നടക്കുന്നത് കണ്ടു. ഈ സമയം ദേവഗുരുവായ ബൃഹസ്പതി ഉദ്ധവരുടെ അടുത്തെത്തി. വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉദ്ധവരും ബൃഹസ്പതിയും ചേർന്ന് വിഗ്രഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ വിഗ്രഹത്തിന് അടുത്തെത്താൻ അവർക്ക് സാധിച്ചില്ല. ബൃഹസ്പതി തൻ്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു. വായുദേവൻ തൻ്റെ ശക്തിയാൽ തിരമാലകളെ ശാന്തമാക്കുകയും വിഗ്രഹം കരയ്ക്കെത്തിക്കുകയും ചെയ്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായൊരു സ്ഥലം തേടി ഗുരുവും വായുവും ആകാശമാർഗം ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. ഒടുവിൽ കേരളത്തിൽ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ ഭൂമിയിൽ അതിമനോഹരമായ ഒരു താമരപ്പൊയ്കയുടെ അടുത്ത് ശിവൻ തപസ്സു ചെയ്യുന്ന ഒരു പുണ്യഭൂമിയിൽ അവർ എത്തിച്ചേർന്നു. ഈ ദൃശ്യം കണ്ടറിഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിഗ്രഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ പരമശിവൻ ഗുരുവിനോടും വായുവിനോടും പറഞ്ഞു, ഇതൊരു പുണ്യസ്ഥലമാണ്. ഈ വിഗ്രഹം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം. ഞാനിതാ ഇവിടെ നിന്നും തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറിയിരിക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തെ മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ് മഹാദേവൻ മാറിയിരുന്നത്. ശിവന്റെ നിർദ്ദേശപ്രകാരം ഗുരുവും വായുവും ചേർന്ന് ദേവശില്പമായ വിശ്വകർമാവിനെ വരുത്തി നിമിഷങ്ങൾക്കുള്ളിൽ ക്ഷേത്രം പണിയുകയും വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ ഈ പുണ്യഭൂമിക്ക് ഗുരുവായൂർ എന്ന പേര് ലഭിച്ചു. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഇത്ര ശ്രേഷ്ഠമാണല്ലേ ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ കഥ. അങ്ങനെ ദ്വാരകയിൽ നിന്ന് പ്രളയത്തെയെല്ലാം അതിജീവിച്ച് ഗുരുവിൻ്റെയും വായുവിൻ്റെയും ഒക്കെ കഠിനാധ്വാനത്തിലൂടെ നമ്മുടെ കേരള മണ്ണിലെത്തിയ ദിവ്യരൂപം ഗുരുവായൂരപ്പൻ എന്ന പേരിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ ഈ കഥ കേൾക്കുന്ന ആളുകൾക്കെല്ലാം ആ ഒരു പുണ്യത അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കഥ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സായുജ്യമാണല്ലേ. ഭഗവാൻ നമ്മുടെ മണ്ണിലേക്ക് നമുക്കെന്നും കാണാൻ പാകത്തിന്, നമുക്കെന്നും ഭഗവാന്റെ ആ ഒരു ദർശനം ലഭിക്കാൻ പാകത്തിന് ഭഗവാൻ ഈ ഒരു മണ്ണിൽ വന്നത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ ഗുരുവായൂരപ്പനെ നമുക്ക് സ്നേഹിക്കാനും നമ്മുടെ പരാതി പറയാനും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് നടത്തി തരാനൊക്കെ ഭഗവാന് ഈ മണ്ണിൽ വന്നത് എത്ര കഷ്ടതകളിലൂടെ മാറി മറിഞ്ഞാണ് ഈ പുണ്യഭൂമിയിൽ ഭഗവാൻ നിത്യവും വാഴുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പുണ്യകഥ പറയാൻ സാധിച്ചത് വളരെയധികം ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഭഗവാന്റെയൊക്കെ അത്ഭുത കഥകൾ ഇതുപോലെ ഇനിയും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.